Hey guys, welcome back to another vlog. എൻ്റെ മുറി കണ്ടു കഴിഞ്ഞാൽ അലങ്കോലമായി കിടക്കാണ്. എല്ലാം Welcome back to another episode of Sion Saji Music. I was trying to clean it up. അതിന് തെളിവുണ്ട് വേണ്ട ഏണിയൊക്കെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കബോർഡിൻ്റെ മുകളിലൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ വാട്ട് ഐ വോണ്ട് ഷോ യു ഗൈസ് ടുഡേ, നോട്ട് ടുഡേ ആൻഡ് ടുമോറോ കമ്പൈൻഡ് ഇസ് വെരി സ്പെഷ്യൽ ബിക്കോസ് ഞാൻ കുറേ കാലം കൊണ്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഐ യൂസ് ടു ഡു ലോട്ട് ഓഫ് ഫോട്ടോഷൂട്ട്സ് ആൻഡ് വർക്ക്സ് ആൻഡ് എവറിത്തിങ് ബിഫോർ. മറ്റേ മോഡലിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അത്യാവശ്യം ഇങ്ങനെ റാൻഡം ഷൂട്ട്സും കാര്യങ്ങളും ഒക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ കുറേ കാലമായി ഒരു പ്രോപ്പർ ഫോട്ടോഷൂട്ട് സംഭവമൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് നമ്മുടെ മ്യൂസിക് വീഡിയോയുടെ സമയത്താണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈക്ക് അതിന് വേണ്ടിയിട്ട് ആ ഒരു മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഒരുപാട് കാലമായി. നാളെ എന്തായാലും ചെയ്യാമെന്ന് വെച്ചിരിക്കും. മുഖമൊക്കെ ആകെ കുളമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്തായാലും ചെയ്യാം. ഞാൻ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആണ് ബിക്കോസ് ദിസ് ഇസ് എ സ്പെഷ്യൽ തീം. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അതിന് വേണ്ടി ഫുൾ ഓണം സാധനങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ ഒരു ഹാമ്പർ കിട്ടിയതാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ടും മാറ്റി വെച്ചു. ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഹാമ്പർ കിട്ടിയതാണ്. സോ വാട്ട് ഐം വെയറിങ് ഇസ് ദിസ്. ഈ സ്കേർട്ട് അയൺ ചെയ്യണമെന്നാണ്. പിന്നെ ഇല്ല, ബ്ലൗസ് നമ്മുടെ റൂമിൽ കിടക്കണം അപ്പുറത്ത് പോയി. അതും പിന്നെ ഇതാണ് നാളത്തെ എൻ്റെ മാല. ഈ മാല നിങ്ങൾ എൻ്റെ വെഡ്ഡിങ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ കല്യാണത്തിനിട്ട മാലയാണ്. നമ്മുടെ മലബാർ ഗോൾഡിൻ്റെ ആർട്ടിസ്ട്രി കളക്ഷനകത്ത് വരുന്ന സംഭവമാണ്. ഇതും ഈ രണ്ട് ബാംഗിൾസും കമ്മല് ആൻഡ് ഇത് രണ്ടും ഗോൾഡാണ്. ബാക്കിയൊക്കെ അല്ലാത്ത സാധനങ്ങളാണ്. ഇത് ഞാൻ ചിലപ്പോഴേ ഇടുകയുള്ളൂ. മറ്റേ വേസ്റ്റ് ചെയിനാണ്. ഹെയർ എക്സ്റ്റൻഷൻ സാധനമൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മുടി വെട്ടി കളഞ്ഞുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഞാൻ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് രാത്രി എന്തായാലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പേ അത്തപ്പൂക്കൾ ഇട്ട് വെക്കണം. അതിനുള്ള പൂക്കളും എല്ലാം ഇവിടെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാളത്തെ ഷൂട്ടിന് വേണ്ടി. ഇവിടെ നാളത്തെ ഷൂട്ട് ഉണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. എൻ്റെ രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടോ നാളെ ഇയാൾ നിൽക്കുന്നുണ്ടോ? അതോ ഞാൻ ഒറ്റയ്ക്ക് പടം എടുക്കണോ? ഞാൻ പോയല്ല. ഇനി എവിടെ പോയി? ഇവിടെ തന്നെ അല്ലേ ഷൂട്ട്. പോയി കുളിക്കണേ, അതുപോലും ചെയ്തിട്ടില്ല. മര്യാദക്ക് കുളിച്ചിട്ട് കിടന്നാ മതി. പൂക്കളൊക്കെ ഒരു ചെറിയ പൂക്കൾ ഇടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നടക്കുക. ഒരു കുഞ്ഞു പൂക്കളം സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള പൂക്കൾ ഇവിടെ സെറ്റാണ്. പിന്നെന്താ, കഥകളിത്തലയൊക്കെ ഞാൻ അടുത്ത് അവിടെ വെക്കും മിക്കവാറും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ കോസ്റ്റ്യൂം സാധനമൊക്കെയാണ് വരുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു ടിഞ്ച് ഓഫ് അസ്, ഐ വുഡ് സേ ഇറ്റ് ലൈക്ക് ദാറ്റ്. ഞങ്ങളുടെ ഒരു ക്രേസിനെസ്സും കൂടെ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോഷൂട്ടാണ് സംഭവം വരുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണൽ കോസ്റ്റ്യൂമിൽ ഓണത്തിൻ്റെ തീമിൽ പക്ഷെ കുറച്ച് ക്രേസി ആയിട്ട് വെസ്റ്റേൺ ആയിട്ട് ഉള്ള രീതിയിലുള്ള കപ്പിൾ ഫോട്ടോസും ഷൂട്ട്സും ഒക്കെയാണ് വരിക. അപ്പോൾ ബാക്കി എന്തായാലും നാളെ വിശേഷങ്ങൾ കാണാം. അതിനു മുമ്പ് എനിക്കൊന്ന് കുളിക്കണം. കുളിച്ചിട്ട് നേരെ കയറി കിടന്ന് ഉറങ്ങുമായിരുന്നു. ഞാൻ എൻ്റെ കബോർഡ് ഫുള്ള് വൃത്തിയാക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ലോഡ് തുണിയെടുത്ത് കളഞ്ഞു ഇൻ ദ സെൻസ് ഞാൻ കളഞ്ഞതല്ല, സോറി, ത്രിഫ്റ്റ്. ഞാൻ ബാക്കി ആർക്കെങ്കിലും ത്രിഫ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ക്യാഷൊന്നും കൊടുക്കല്ല കേട്ടോ. അല്ലാതെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് അവിടെ ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് അമ്മയുടെ കയ്യിൽ കൊടുക്കാനുള്ള പ്ലാനിലാണ്, ബേബിയുടെ അമ്മയുടെ കയ്യിൽ. അപ്പോൾ അങ്ങനെ രാത്രി 12:15 ഡ്രിങ്ക് വാട്ടർ ഇതിലാണ് ഞാൻ കുടിക്കത്തില്ല. ഫാൻസി ബോട്ടിൽസ് ആൻഡ് ഗേൾസ് ഒബ്സെഷന്. അപ്പോൾ എന്തായാലും ഇവിടെ ആർക്കും വലിയ ഇതിൻ്റെ തൊട്ട് പൂക്കൾ ഇടാനും പൂ പറിക്കാനും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടും പിന്നെ ബേബി കുളിക്കാൻ കയറി. അവൻ തിരിച്ചു വരുമ്പോഴത്തേക്കും അവനെ കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കും. അത് അമ്മയ്ക്ക് കാണാൻ ഇഷ്ടമാണ്, അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് പറിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് നേരത്തെ മേടിച്ച പൂവാണ്. അത് ഫുൾ എന്താ ഒരു ബ്രൗൺ ഷെയ്ഡ് അടിച്ച് വരുന്നുണ്ട്. അപ്പോൾ പറിച്ച് ഈ ഇളക്കി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ
നന്നായിരിക്കും എന്നൊരു ഫീലിംഗ് എനിക്ക് വന്നതുകൊണ്ട് ഐ തോട്ട് വെറുതെ എന്തിനാണ് നശിപ്പിച്ച് കളയുന്നതെന്ന് വിചാരിച്ചു. വൈറ്റിന് മാത്രമാണ് ആ ഒരു പ്രശ്നം. ഗുഡ് നൈറ്റ് പീപ്പിൾ. അമ്മേ കഴുത്തൊക്കെ കേട്ടിട്ട് സോ ചോക്കില്ലാത്തതുകൊണ്ടും നീ തറയിൽ വരയ്ക്കാൻ എൻ്റെ മനസ്സിനിരിക്കാത്തതുകൊണ്ട് വരയില്ലാതെ പൂക്കളോടാണ് അല്ലേ ബേബി? ഇതെന്റെ എന്താണ് പരിപാടി? റെഡി ആവണ്ടേ? സമയായി, നീ റെഡിയാവും. വീഡിയോ എടുക്കാൻ പറഞ്ഞത് നീ. വീഡിയോ എടുക്കണം, ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഫുള്ള് കാണിക്കാൻ വയ്യല്ലോ, കാരണം എന്റെ തട്ടിക്കൂട്ട് മേക്കപ്പ് ഒക്കെ ഉണ്ട് കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ ഒന്ന് തല്ലിക്കൊറ്റും. അതിനേക്കാളും വേണം റെഡി ആയിട്ട് വരാം. ഫുഡ് കാണിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു നീ എന്നെയാണ് പറയണത്. ഷഡ്ഡി പുറത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. സോ അപ്പം ഞാൻ അങ്ങനെ റെഡി ആയി കഴിഞ്ഞു. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ മുടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് റെഡി ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം നമ്മുടെ ഫോട്ടോസ് ഒന്ന് എടുക്കുന്നത് ആർട്സി ബൈ MK എന്ന് പറഞ്ഞിട്ട് മുരളി എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനാണ്. തലപൂല. അപ്പോൾ നല്ല ഫണ്ണായിട്ടുള്ളൊരു ഷൂട്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങളുടെ കോൺസെപ്റ്റൊക്കെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ക്രേസിനെസ്സും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു ഷൂട്ടാണ്. അവസാനം ഞങ്ങൾ പൂക്കളത്തിൻ്റെ മുകളിൽ കിടന്ന് എൻ്റെ ചേട്ടനത് കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഫോട്ടോസ് ഞാൻ വ്ളോഗിൽ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫോട്ടോസും ഫോട്ടോ എടുത്ത ആളെയൊക്കെ കണ്ടുപിടിക്കാവുന്നതാണ്. അങ്ങനെ ക്ലിയറിങ് അടുത്ത് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇതെല്ലാം ഡൂപ്പാണ്, വെപ്പാണ്. ഒറിജിനൽ ആട്ടോ, സ്വർണ്ണാണ്. കൊണ്ടുപോയി വിറ്റാൽ എത്ര കിട്ടും? അങ്ങനെ എനിക്കൊരു പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എന്നെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസും GPay UPI ID ഞാൻ ഇതിന്റെ കൂടെ ചാരിറ്റി വീഡിയോ അല്ലെന്ന്. അപ്പൊ ഗൈസ്, അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവള് പറഞ്ഞു. നല്ല തമിഴ് ലുക്ക് ഉണ്ടായിരുന്നു. നീ ഈ തമിഴ് ലുക്ക് എന്ന് പറയുമ്പോ ഇല്ലേ, ആൾക്കാരുടെ ഇടയിൽ ആദ്യം ഓടി വരുന്ന കൺസെപ്റ്റ് എന്താണ്? പാണ്ടി. അങ്ങനെയല്ല. തമിഴ് എന്ന് പറയുമ്പോ അതിന് ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ മോസ്റ്റ് റൊമാൻറ്റിക് ലാംഗ്വേജ് ഏതാണ്? തമിഴാണ്. ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് റൊമാൻറ്റിക് മൂവീസ് ചിലപ്പോൾ വേറെ ഭാഷകളിൽ വന്നിട്ടുണ്ടാവും, പക്ഷെ നമുക്കറിയാവുന്നതിൽ സൗത്ത് ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിട്ടില്ല റൊമാൻറ്റിക് മൂവീസ് വന്നിട്ടുള്ളത് എവിടെയാണ്? തമിഴിലാണ്. ഇനി ഈ ലുക്കൊക്കെ, അതായത് ഒരു ട്രഡീഷണൽ ലുക്കിന്റെ കാര്യമൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലോ, നല്ല അമ്പലങ്ങളും അതിന്റെ സെറ്റിംഗ് ഒക്കെ വെച്ചുള്ള സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിലും അതും തമിഴ്നാട്ടിലാണ്. അതുകൊണ്ട് ഗൈസ്, നോ, നെവർ. പാണ്ടി ലുക്ക് എന്ന് പറയുന്നത് കളിയാക്കുകയല്ല ആക്ച്വലി. ഞാൻ എന്തിനാ ഇത്രയും ക്ലാസ് ഒക്കെ എടുത്തത്? ഐ ലവ് തമിഴ്. തമിഴ്നാ എനിക്ക് ரொம்ப പിടിക്കും. തെരിയുമാടി ഉനക്ക്? ഇടയ്ക്ക് വരുള്ളൂ. ഇപ്പൊ ഒരു ഫ്ലോയിൽ ഇരിക്കുകയാണ്, ഒരു വീഡിയോ എടുക്കാനുള്ള പ്ലാനിലാണ്. ഞാൻ പല്ലിന്റെ ഇതെല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് ഓണായിട്ടേ ഉള്ളൂ. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ ബിബി ട്രഡീഷണൽ കോസ്റ്റ്യൂമിലായതുകൊണ്ട് തന്നെ ഞാനൊരു ചുരിദാർ, ഞാൻ ആദ്യമായിട്ട് ചുരിദാർ ഇടുകയാണ്, അതും ഫിറ്റ് ചെയ്ത് ഇറങ്ങി. ആൻഡ് അമ്മയുടെ കയ്യിൽ നിന്ന് അമ്മയുടെ വണ്ടി എടുത്തിട്ട് ഒന്ന് സർവീസിന് കൊടുക്കണമായിരുന്നു. അങ്ങനെ കൊടുത്തിട്ട് ഞങ്ങൾ ലുലു പോയിരുന്നു. പാൽപ്പായസമൊക്കെ കുടിച്ചിട്ട് പിന്നെയും തിരിച്ച് വണ്ടി എടുക്കാൻ പോയി. എന്നതാണ് ഓട്ടോ വിളിച്ച് പോയത് കേട്ടോ. അങ്ങനെ പോയി വണ്ടിയൊക്കെ എടുത്ത് സെറ്റായിട്ട് തിരിച്ച് വന്നു.
നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഷൂട്ടൊക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ മുരളിച്ചേട്ടനെ തന്നെ കോൺടാക്ട് ചെയ്യുക. കാരണം നല്ല അടിപൊളിയായിട്ടാണ് പുള്ളിക്കാരൻ ഓരോന്നും ചെയ്യുന്നത് കേട്ടോ. ഓണം വന്നേ ഓണം വന്നേ ഓണം വന്നേ. സാറ് സ്കൂളില് കോളേജിലൊക്കെ ഈ അവസാനം ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് എടുത്ത് മുകളിലോട്ട് വാരി എറിഞ്ഞ് കളിക്കും. ഓ കച്ചറ പിള്ളേര്. നമ്മളങ്ങനെയല്ല. പിന്നെ സോറിടാ. അയ്യടാ ഇയാള് ഏതോ ഒരു ഊത്ത ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ ഏതോ ഒരു പന്ന കോളേജിൽ പഠിച്ചെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എല്ലാവർക്കും ആ കോളേജ് വലിയ എന്തുവാ കലാകാരന്മാര് കൊട്ടിയിറങ്ങി ഒരു പരട്ട കോളേജ്. അതെ ഞാൻ പറയും ഇയാളെങ്ങനെ കൂടുതൽ വളർത്തണ്ട. ഞാൻ അവിടെ പഠിച്ചതുകൊണ്ട് ഞാൻ പറയും കോളേജാണ്. ആകെ ഒരു ഏക്കർ ഉണ്ടോ? അത് ഒരു ഏക്കർ ഒന്നും ഇല്ലല്ലോ. എത്ര ഉണ്ട്? 50 സെന്റിലുള്ള മറ്റേ കോളേജാ. നിന്റെ 2 നില ഉണ്ടായിരുന്ന ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ അല്ലത്. ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ഡിഗ്രി പഠിച്ചു. നീ ധൈര്യം ഉണ്ടെങ്കിൽ നീ അലോഷ്യസ് കോളേജ്. അത് പ്രൈവറ്റ് തന്നെയല്ലേ? അതും പ്രൈവറ്റ് ഓട്ടോണമസ് അച്ഛന്മാര് നടത്തുന്ന കോളേജ് തന്നെയല്ലേ? ആ ഡീംഡ് ആവുന്നല്ലേ ഉള്ളൂ. യൂണിവേഴ്സിറ്റി ആണ്, നിങ്ങളുടെ പോലെ അല്ലത്. ആ ശരി ശരി മതി, നിർത്ത്. എന്നിട്ട് അതിനകത്ത് ഇല്ലാത്ത പാർട്ടിയും പറഞ്ഞിട്ട് നടക്കുന്നത്. ഓണം വന്നേ ഓണം വന്നേ ഓണം വന്നേ. ഓണം വന്നാലും വന്നില്ലെങ്കിലും മനുഷ്യന് തേങ്ങ കഴിക്കാൻ പറ്റുള്ള അതറിയാം. എനിക്ക് എത്ര ദിവസം ഞാൻ മര്യാദ കഴിക്കുന്നത് ഓറ ഇത്ര കഴിച്ചാൽ മതി. ഇനി അടിയാ മറ്റേ വേസ്റ്റിന്റെ ബാഗ് എടുത്തു അതിലേക്ക് ആക്കാം. ക്ലീൻ ചെയ്യട്ടെ ഗൈസ്. പരിപാടിയൊക്കെ കഴിഞ്ഞു. എനിക്ക് വട്ടാണെന്ന് പോസ്റ്റ് ചെയ്യുന്നതാ. ഉറപ്പായും പോസ്റ്റ് ചെയ്യും വേണ്ട. ആ ആഭരണപ്പെട്ടി എടുത്ത് മാറ്റി വെക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ ഓണം ഫോട്ടോഷൂട്ട് ഒഫീഷ്യലി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അതിന്റെ ബാക്കിയായിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ പിന്നെ ഞാൻ 2 ക്യാനില് ചിപ്സും ശർക്കര ഒട്ടിയൊക്കെ എടുത്ത് ടേബിളിൽ വെച്ചിട്ടോ. ആക്ച്വലി ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല രസമുണ്ട്. ആണോ നൈസല്ലേ? അതാകുമ്പോൾ ഇടക്കിടയ്ക്ക് എടുത്ത് കഴിക്കുകയും ചെയ്യും. സോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ കുഴപ്പമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.